ആറ്റം എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലെ. ഓക്കെ, the symbols of some elements are given. കുറച്ച് എലമെന്റ്സിന്റെ കുറച്ച് മൂലകങ്ങളുടെ സിംബൽസ് അഥവാ പ്രതീകങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? മെഗ്നീഷ്യം, കാർബൺ 12, നൈട്രജൻ, കാർബൺ 14 ആൻഡ് സോഡിയം. ഓക്കെ, അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് നോക്കാം അല്ലെ. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. സെലക്ട് എ പെയർ ഓഫ് ഐസോടോപ്സ് ഫ്രം ദ ഗിവൺ എലമെന്റ്സ്, റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ഇറ്റ്. അപ്പോൾ അവരെന്താണ് നമ്മളോട് പറഞ്ഞത്? ഐസോടോപ്പുകളെ ഐഡന്റിഫൈ ചെയ്യാനാണ്. ഐസോടോപ്സ്. അപ്പൊ എന്താണ് ഐസോടോപ്പുകൾ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐസോടോപ്പുകൾ എന്താണ്? അറ്റോമിക നമ്പർ സെയിമും ബട്ട് ഡിഫറെന്റ് മാസ് നമ്പറും. ഓക്കെ, അപ്പൊ ഒരേ അറ്റോമിക നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറുമുള്ള എലമെന്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഐസോടോപ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? യെസ്, തന്നിരിക്കുന്നതിൽ അറ്റോമിക നമ്പറും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മാസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്? ഒരു ആറ്റം എടുത്ത് ഒരു എലമെന്റ് എടുത്താൽ മിസ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് താഴെയുള്ള നമ്പർ നമ്മൾ സെഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു, മുകളിലുള്ള നമ്പറിനെ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ സെഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതാണ് അറ്റോമിക് നമ്പർ. ഓക്കെ, ഇനി മുകളിലത്തെ ഈ നമ്പർ ആണെന്ത്? മാസ് നമ്പർ. അതായത് അറ്റോമിക് നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെഡ് എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഒരിക്കലും എ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുമുള്ള എലമെന്റിനെ നമ്മൾ, അതായത് ആറ്റത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ അറ്റോമിക് നമ്പർ സെയിം ആയിട്ട് ആരൊക്കെയാണുള്ളത്? 6 അല്ലെ. അറ്റോമിക് നമ്പർ 6 ആണ്. അതേപോലെ തന്നെ ഇവിടെയും എന്താ? അറ്റോമിക് നമ്പർ 6 ആണ്. ഇതിന്റെ മാസ് നമ്പർ എന്താടാ? ഡിഫറെന്റ് അല്ലേ. 12 and 14. അപ്പൊ ഐസോടോപ്സ് ഏതൊക്കെയാണ്? യെസ്, ഇത് രണ്ടും എന്താടാ? ഇത് രണ്ടും ഐസോടോപ്സ് ആണ് കേട്ടോ. ഐസോടോപ്സ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലെ. യെസ്, അടുത്ത ചോദ്യം നോക്കാലോ. സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദി ഗിവൺ എലമെന്റ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഐസോബാർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഐസോബാർ, യെസ്, ഈ എലമെന്റ്സ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അതിന് സബ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതിൽ ഐസോബാർ ഏതൊക്കെയാണ്? അപ്പൊ ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോടോപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഐസോബാർ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഒന്നിക്കൽ ഐസോടോപ്പ് പഠിക്കുക, അല്ലെങ്കിൽ ഐസോബാർ പഠിക്കുക. രണ്ടും ഒരുമിച്ച് പഠിച്ചു പോകാൻ പാടില്ല, കാരണം കൺഫ്യൂഷൻ ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. അങ്ങനെയാണെങ്കിൽ ഐസോബാർ എന്താണ്? നേരെ ഓപ്പോസിറ്റാ. എന്താ പറയുന്നത്? സെയിം മാസ് നമ്പറും പക്ഷേ പിന്നെന്താടാ? ഡിഫറെന്റ് അറ്റോമിക് നമ്പറും ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഐസോബാർ ഏതൊക്കെയാണ്? സെയിം മാസ് നമ്പർ ആർക്കൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ പോലെ. തന്നിരിക്കുന്നതിൽ സെയിം മാസ് നമ്പർ ആർക്കൊക്കെയാണുള്ളത്? യെസ്, സോഡിയം ആൻഡ് മെഗ്നീഷ്യം. സോഡിയത്തിനും മെഗ്നീഷ്യത്തിനാണ് സെയിം മാസ് നമ്പർ ഉള്ളത്. അപ്പോ അറ്റോമിക് നമ്പർ എത്രയാടാ? സോഡിയത്തിന് 11 ആൻഡ് മെഗ്നീഷ്യത്തിന് എത്രയാടാ? 12. അപ്പൊ ഐസോബാറുകൾ ഏതൊക്കെയാടാ? യെസ്, മെഗ്നീഷ്യം 12, 24. പിന്നെ എന്താണ്? യെസ്, സോഡിയം. ഇതാണ് നമ്മുടെ ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഐസോടോപ്പ് എന്താണ്, ഐസോബാർ എന്താണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും, വിത്ത് അതിന്റെ ഡെഫിനിഷനും ചോദിക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് ഐസോബാർ ആയിട്ട് സെലക്ട് ചെയ്തത്? കാരണം അതിന് സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാലോ. ഓക്കെ, അടുത്ത ചോദ്യം.
Write the number of protons, neutrons and electrons. Okay. അപ്പൊ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ഈച്ച് ഐസോട്ടോപ്പ്, ഓരോ ഐസോട്ടോപ്പിലുള്ള എന്തൊക്കെ കണ്ടുപിടിക്കണം? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. അപ്പൊ എന്താണ് പ്രോട്ടോൺ, എന്താണ് ന്യൂട്രോൺ, എന്താണ് ഇലക്ട്രോൺസ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, പ്രോട്ടോണ്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോട്ടോണ്. ഓക്കെ, പ്രോട്ടോണ് മിസ് പി എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്രോട്ടോണ്, പിന്നെന്താ ഇലക്ട്രോണ് ആൻഡ് ന്യൂട്രോൺ. ഓക്കെ, പ്രോട്ടോണ്, ഇലക്ട്രോണ് ആൻഡ് ന്യൂട്രോൺ, ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ. അപ്പോ യെസ്, അറ്റോമിക് നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മാസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റോമിക്, ഫസ്റ്റ് നമുക്ക് മെഗ്നീഷ്യത്തിന്റെ നോക്കാം അല്ലെ. മെഗ്നീഷ്യത്തില് അറ്റോമിക് നമ്പർ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? അറ്റോമിക് നമ്പർ 12 അല്ലേ അറ്റോമിക് നമ്പർ? ഓക്കെ, എത്രയാണടാ? 12 ആണ് അറ്റോമിക് നമ്പർ. 12. അറ്റോമിക് നമ്പർ 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 12 ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അതില് അത്ര തന്നെ എന്തുണ്ടടാ? ഇലക്ട്രോൺസുകൾ ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ അറ്റോമിക് നമ്പർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നേരെ ഇലക്ട്രോൺസിന്റെ താഴെ എന്തിട്ട് കൊടുത്താൽ മതി? 12 സെയിം ആണ്. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത്, ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ പോസിറ്റീവ് ചാർജും വേണ്ടേ? എന്നാലല്ലേ ഒരു ആറ്റം ന്യൂട്രൽ ആവുക. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺ എത്ര ഉണ്ടടാ? 12. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ടാണ് ഇ എന്നിട്ടിട്ട് തൊട്ട് മേലെ ഒരു വര ഇട്ട് കൊടുത്തത്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ. അപ്പൊ 12 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 12 എന്ത് വേണടാ? പോസിറ്റീവ് ചാർജ് വേണം. പ്രോട്ടോൺസിന്റെ ചാർജ് എത്രയാ? പോസിറ്റീവ്. പ്രോട്ടോൺ പോസിറ്റീവ്, അങ്ങനെ ഓർത്ത് വെക്ക കേട്ടോ. പ്രോട്ടോൺ പോസിറ്റീവ്. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര തന്നെ എത്രയും വേണം? പ്രോട്ടോണും വേണം. യെസ്, ഇതെന്താ? ഇത് 12 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ന്യൂട്രോൺസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു കുഞ്ഞ് ഇക്വേഷൻ ഉണ്ട്. എങ്ങനെ നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാം? ഇത് മിസ് സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് അറ്റോമിക് നമ്പർ ആണ്, ഇതെന്താണ്? മാസ് നമ്പർ ആണ്. ഓക്കെ. ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാടാ? ന്യൂട്രോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിന്റെ എണ്ണാണ്. എന്ത് ചെയ്താൽ മതി? ഈ മാസ് നമ്പറിൽ നിന്ന് ഈ ഒരു അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. A മൈനസ് Z. എന്താണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ഇതെന്താടാ? ഇതാണ് മാസ് നമ്പർ. മാസ് നമ്പർ ഇതെന്താ? ഇത് അറ്റോമിക് നമ്പർ ആണേ. അറ്റോമിക് നമ്പർ. അപ്പൊ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. എന്ത് കിട്ടും നമുക്ക്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? ഒന്ന് നോക്കിയേ. ഇതാ 24ൽ നിന്ന്, ഓക്കെ, 24ൽ നിന്ന് എത്ര കുറക്കണം നമ്മള്? 12 കുറക്കണം. 24ൽ നിന്ന് 12 കുറച്ച എത്രയാ മക്കളെ? 12 അല്ലേ? ഓക്കെ, 12 ആണ്. ഇനി അടുത്തത് നമുക്ക് ആരുടെയാ കണ്ടുപിടിക്കാനുള്ളത്? കാർബൺ. പ്രോട്ടോൺ എത്രയായിരിക്കും? പിന്നെന്താ? ഇലക്ട്രോൺസ് എത്രയായിരിക്കും? ആൻഡ് ന്യൂട്രോൺസ് എത്രയായിരിക്കും? ഇത്രയും കണ്ടുപിടിക്കണ്ടേ? ഓക്കെ. അതിനു മുൻപ് ഇതിന്റെ അറ്റോമിക് നമ്പർ നോക്കണ്ടേ? അറ്റോമിക് നമ്പർ എത്രയാ? 6 ആണ് അറ്റോമിക് നമ്പർ. അപ്പോ അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മിസ് ഇവിടെ തരാം. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തിന് ഈക്വലാ? നമ്പർ ഓഫ് പ്രോട്ടോൺസിന്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാടാ? 6. ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. ഇനി എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? അത്ര തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അത്ര തന്നെ പ്രോട്ടോൺ ഉണ്ടാവും. ന്യൂട്രൽ ആറ്റം അല്ലേ? ഓക്കെ. ഇനി ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് എന്താണ്? അറ്റോമിക് നമ്പർ. അപ്പൊ 12 മൈനസ് 6 എത്രയാ? 6. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത്
അടുത്തത് ആരുടെ കണ്ടുപിടിക്കാനുള്ളത്? നൈട്രോജൻ. പ്രോട്ടോൺ കണ്ടുപിടിക്കണം ആൻഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം, പിന്നെന്താ ന്യൂട്രോൺ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 7 അല്ലേ? 7 ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എത്രയാ? 7 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും അവിടെ? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇനി ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ന്യൂട്രോൺസിന്റെ എണ്ണം എന്താ? തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? 15 മൈനസ് 7 എത്രയാടാ? 15 മൈനസ് 7 8 അല്ലേ? ഓക്കെ, 15 മൈനസ് 7 8. ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാ? 8. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? മിസ്സിന്റെ താഴെ എഴുതുന്നുണ്ട് 15 മൈനസ് 7. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ 8 കിട്ടിയത്. ഇനി ഇതോ 12 മൈനസ് 6. ഇനി ഇതോ ആദ്യത്തതോ 24 മൈനസ് 12. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടിയിട്ടുള്ളത്. ഇനിതാ അടുത്ത നോക്കിയേ. അടുത്തത് പ്രോട്ടോൺ കണ്ടുപിടിക്കണം ആൻഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം, പിന്നെന്താ ന്യൂട്രോൺ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാ? 6 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം എത്രയായിരിക്കൂടാ? പ്രോട്ടോണിന്റെ എണ്ണവും 6 ആണ്. ഇനി ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാ? ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ 14 നിന്ന് എത്ര കുറക്കണടാ? 14 നിന്ന് 6 കുറക്കണം. 14 നിന്ന് 6 കുറച്ചാൽ എത്രയാ? 8. ഓക്കെ, 8. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, 8. ഇനി അടുത്ത നോക്ക്. അടുത്ത ആരാ? അടുത്തത് സോഡിയം അല്ലേ? പ്രോട്ടോൺ കണ്ടുപിടിക്കണം, ഇലക്ട്രോൺ കണ്ടുപിടിക്കണം ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിക്കണം. അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 11 ഇലക്ട്രോൺസ് ഉണ്ടാവും, 11 പ്രോട്ടോൺസ് ഉണ്ടാവും. ഇനി എന്ത് ചെയ്താൽ മതി? ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ 24 മൈനസ് 11. ഓക്കെ, 24 മൈനസ് 11 എത്രയാ കിട്ടുക? 24 മൈനസ് 11 13. ഓക്കെ, 13. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? 24 മൈനസ് 11. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രോട്ടോൺസിന്റെ എണ്ണം, ന്യൂട്രോൺസിന്റെ എണ്ണം ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഐസോടോപ്പുകളെ ഐഡന്റിഫൈ ചെയ്യാനും എന്താണ് ഐസോടോപ്പ്, എന്താണ് ഐസോബാർ, പിന്നെ മാത്രമല്ല അതിന്റെ യൂസും ചോദിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്നെടുത്ത കംപ്ലീറ്റ് കാര്യങ്ങളും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോണ്ടന്റ്, നിങ്ങളുടെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോണ്ടന്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്താൽ മതി. ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് ഇനി മിസ് എടുക്കേണ്ടത് ആ ഒരു ടോപ്പിക് താഴെ കമന്റ് ചെയ്താൽ മതി. തീർച്ചയായും മിസ് അടുത്ത ക്ലാസ്സിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് വരും. അപ്പോൾ യെസ്, ബൈ ബൈ.